ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ശരിയായ റിസൾട്ട് കിട്ടുന്നില്ല, മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ റീസൺ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാത്തതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പലർക്കും ഭയങ്കര വെപ്രാളമാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണം, എനിക്ക് എന്താ റിസൾട്ട് കിട്ടാത്ത, എനിക്ക് എപ്പോ കിട്ടും, ഞാൻ എത്ര നാളായിട്ട് പ്രാക്ടീസ്, ഈ ഹറി ബറി. നമുക്ക് മാനിഫെസ്റ്റേഷൻ ഒരു ടൈം എടുക്കും. അതായത് ലോ ഓഫ് ജസ്റ്റേഷൻ എന്ന് പറയും. നമ്മൾ ഇപ്പോ മണ്ണിനകത്ത് ഒരു വിത്ത് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചു കഴിഞ്ഞാൽ ആ വിത്ത് അടുത്ത ദിവസം വളർന്ന് വലിയ വടവൃക്ഷമായി മാറില്ല. ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ അടുത്ത സെക്കൻഡിൽ മാനിഫെസ്റ്റേഷൻ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും. പക്ഷെ നമ്മുടെ വിശ്വാസം അത്രയും സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും പോസിറ്റീവിൽ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കും. പക്ഷെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേയധികം ഫാക്ടേഴ്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കൂ. അപ്പൊ ഈ വെപ്രാളം ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് പലർക്കും പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. ഇപ്പൊ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനുണ്ട്, എനിക്കത് സെയിൽ ചെയ്തേ പറ്റൂ, എന്താ സെയിൽ ചെയ്യാൻ പറ്റാത്ത, ഞാൻ ആ പ്രാക്ടീസ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇതെന്താ നടക്കാത്ത, ഇങ്ങനെയുള്ള ഈ വെപ്രാളം ക്രിയേറ്റ്, എല്ലാവർക്കും പെട്ടെന്ന് വേണം അത് മാനിഫെസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു വെപ്രാളം പിടിക്കുമ്പോൾ നടക്കാതിരിക്കുമ്പോൾ നിരാശയിലേക്ക് പോകും, സങ്കടത്തിലേക്ക് പോകും, വിഷമത്തിലേക്ക് പോകും. ഇതെല്ലാം നമ്മുടെ ഫ്രീക്വൻസി ഡൗൺ ആക്കുകയാണ്. ലോ ഫ്രീക്വൻസി, നോ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ സ്പീഡ് വളരെ കുറവായിരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഏരിയയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കുറേയധികം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളുണ്ട്. ഈ പ്രാക്ടീസുകൾ നമ്മളെ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷന്റെ ട്രാക്കിൽ കറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഈ പ്രാക്ടീസുകൾ കുറച്ച് ദിവസം കറക്റ്റ് ആയിട്ട് ചെയ്യും, പിന്നെ ചെയ്യില്ല. വീണ്ടും ഇടയ്ക്കൊരു ആവേശം മൂത്ത് വീണ്ടും പ്രാക്ടീസ് ചെയ്യും, പിന്നെ ചെയ്യില്ല. ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിൽ വല്ലപ്പോഴും ചെയ്യാതിരിക്കുക. അതുപോലെ മെഡിറ്റേഷൻ ചിലപ്പോഴൊക്കെ ചെയ്യും, ചിലപ്പോൾ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്, ഒരു ഇൻഡിസിപ്ലിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പലർക്കും മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. ഇനി മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിന്റെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ബിലീഫാണ്. വിശ്വാസമില്ല. പലരും ഇങ്ങനെ മറ്റുള്ളവര് അവർക്ക് റിസൾട്ട് കിട്ടി, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം, പക്ഷെ നടക്കുമോ എന്തോ, ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമോ എന്തോ, അവർക്കൊരു വിശ്വാസമില്ല. അവർക്ക് അവരവരിൽ തന്നെ വിശ്വാസമില്ല, ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വാസമില്ല, യൂണിവേഴ്സൽ വിശ്വാസമില്ല. പലപ്പോഴും ഈ ഒരു വിശ്വാസ കുറവാണ് മാനിഫെസ്റ്റേഷന് തടസ്സം നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വളരെ വലിയൊരു ഹെൽത്ത് ഇഷ്യൂയിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും കൈയൊഴിഞ്ഞു. ഇത് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്, പെർഫെക്റ്റ് ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇംപോസിബിൾ ആയിരുന്നു. എല്ലാ ഡോക്ടേഴ്സും കൈയൊഴിഞ്ഞപ്പോഴും ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ പവറിൽ വിശ്വസിച്ചു, യൂണിവേഴ്സിൽ വിശ്വസിച്ചു. എനിക്ക് ഉറപ്പായിരുന്നു എന്റെ യൂണിവേഴ്സ് എന്റെ കൂടെയുണ്ട്. എങ്ങനാന്ന് എനിക്കറിയില്ല, ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേക്കും, ഞാൻ പരിപൂർണ ആരോഗ്യവതിയാകുമെന്നുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം എന്റെ ലൈഫിൽ ഞാൻ പുലർത്തിയത് കൊണ്ടാണ് ഇന്ന് പരിപൂർണ ആരോഗ്യത്തിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത്. എന്റെ ലൈഫിൽ മാനിഫെസ്റ്റേഷന്റെ പെരുമഴയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു വിശ്വാസത്തിന്റെ ശക്തിയാണ്. നമ്മൾ വിശ്വാസത്തോടെ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുക തന്നെ ചെയ്യും. പ്രപഞ്ച ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കണം. എന്റെ യൂണിവേഴ്സ് എന്റെ കൂടെയുണ്ട്, എന്റെ പ്രപഞ്ചം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ മീ എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. പലർക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തിനാ നന്ദി പറയുന്നത്? എല്ലാവർക്കും ഉള്ളതുപോലെയൊക്കെ എൻ്റെ ലൈഫിലും ഉള്ളൂ. വലിയ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു പെൺകുട്ടി എഴുതിയ കമന്റ് ഞാൻ ഓർക്കുകയാണ്, 2024 എനിക്ക് വലിയ ബ്ലെസ്സിങ്സ് ഒന്നും ലഭിച്ചില്ല, എനിക്കൊരു ഭാഗ്യവും കിട്ടിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഒരു വർഷം പോയിട്ട്, ഒരു ദിവസം പോയിട്ട് നമുക്കൊരു മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂറിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചു. പലരും അതിനെക്കുറിച്ച് ബോധേഡല്ല. നമുക്ക് ഉള്ളതിന് നന്ദി പറഞ്ഞാൽ ഇല്ലാത്തതും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആകർഷിക്കാൻ പറ്റും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡോടെ, നന്ദിയോടെ ഇരിക്കുക. ലഭിക്കാത്തതിനെ ഓർത്ത് വെപ്രാളം പിടിച്ച് ടെൻഷൻ അടിക്കാതെ, ലഭിച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ
പ്രോപ്പർട്ടി, എനിക്ക് 2 പ്രോപ്പർട്ടി സെയിൽ ചെയ്യാനായിട്ട് കിടക്കുന്നുണ്ട്. ആ പ്രോപ്പർട്ടി ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചിട്ട് ആ പ്രോപ്പർട്ടി സെയിൽ ആവുന്നില്ല, പല പ്രാക്ടീസും ചെയ്ത് നോക്കി സെയിൽ ആവുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തു, ഞാൻ അതിൽ ലെറ്റ് ഗോ ചെയ്തു, ബാക്കി യൂണിവേഴ്സ് നോക്കിക്കോളും, സമയമാകുമ്പോൾ അത് സെയിൽ ആയിക്കോളും എന്നൊരു വിശ്വാസത്തിലിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വെപ്രാളം പിടിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ചില കാര്യങ്ങൾക്ക് ഒരു ഡിവൈൻ ഡിലേ ഉണ്ടാവും, അതെല്ലാം നല്ലതിനാണ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിനെ ലെറ്റ് ഗോ ചെയ്യും. നമ്മളിങ്ങനെ വെപ്രാളം പിടിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കാതെ പോകും. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി ലാക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. പലരും നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരുന്നു കൊണ്ട് മാനിഫെസ്റ്റേഷൻ ശ്രമിക്കും. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ദേഷ്യം, വെറുപ്പ്, പക, നിന്ന തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. നിങ്ങൾ നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ എല്ലാ ദിവസവും ടീച്ചർമാർ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് വീഡിയോ ഇടും. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ 100% വർക്ക് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ല, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇരുന്ന് നമ്മൾ ഇനി എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും നമുക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് എത്തുക, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തുക. എല്ലാത്തിനെ കുറിച്ചും കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞും എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് മോഡിൽ ഇരുന്നാൽ നമ്മുടെ വൈബ്രേഷണൽ തലം ലോ വൈബ്രേഷണൽ തലത്തിലിരിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതെല്ലാം ആ ലോ വൈബ്രേഷനുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് വരും. ഹൈ വൈബ്രേഷനിലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വൈബ്രേഷനും ഉയർന്ന തലത്തിലാകണം. അപ്പൊ നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കണം. അത്രയും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് 100% വർക്ക് ചെയ്യുക തന്നെ ചെയ്യും. കാരണം എന്റെ ലൈഫിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില എററാണ്, ചില മിസ്റ്റേക്കുകളാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാതിരിക്കുന്നതിന് കാരണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യുക. എല്ലാവർക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നടക്കും. എല്ലാവർക്കും ഈസി ആൻഡ് എഫേർട്ട്ലെസ് മാനിഫെസ്റ്റേഷൻ നടക്കട്ടെ. എല്ലാവരും ബ്ലസ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബ്ലെസ്സിംഗ്.